ഹായ് ബാറോസ് ആൻഡ് ഫൈനലി അതിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് പൊട്ടും എന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, എല്ലാവരും ഇങ്ങനെ പൊട്ടെന്ന് പറയുന്നതുകൊണ്ടാണോ അതോ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ വരുന്നത് അത് എന്തായാലും ഹിറ്റ് ആവണമെന്നുള്ള ആഗ്രഹമാണ്. എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഹിറ്റ് ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷ ഇതിൽ വെക്കുന്നില്ല. കാരണം ഒരു പരീക്ഷണ ചിത്രമാണ്, എന്താണെന്നൊക്കെ കണ്ടറിയണം. ഈവൻ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ പോലും അവർ ഈ സാധനം ഇറങ്ങിയിട്ട് നമ്മൾ വിധി എഴുതാം, അല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിലാണ്. പ്രതീക്ഷകളോ ഹൈപ്പോ ഒന്നുമില്ല. എന്നാൽ കങ്കുവ സിനിമയുടെ ഇടവേളകളിൽ ഇതിൻ്റെ ട്രെയിലർ പ്രതീക്ഷിച്ചപ്പോൾ ഒരു ആശ്വാസം അതായിരുന്നു എന്ന രീതിയിൽ കുറേ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമുക്കറിയില്ല. എന്തായാലും ജെന്യുവനായിട്ട് കണ്ടതിന് ശേഷം പറയാം. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഈ സിനിമ ഹിറ്റാവണേ എന്നൊരു പ്രാർത്ഥനയാണുള്ളത്. കാരണം മലയാളത്തിന് അതൊരു മറ്റൊരു പൊൻതൂവലായിരിക്കാം. അയ്യോ, ലെറ്റ്സ് വാച്ച്. റെഡി? ഫുൾ സൗണ്ട് കൊട്ടായ. ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ഫെറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ട ഇസബെല്ല. Benvenuto di volta di Gama. മറ്റൊരാളെ ഓർത്ത് തൂവുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. അപ്പോഴാണത് എണീക്കുന്നത്. എന്തു ഞാൻ പറയേണ്ടു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യോ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാലേ ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇതിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പക്ക കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവർക്കൊരു മാജിക് കാണുന്ന പോലെ, അവരൊരു കഥപുസ്തകം വായിക്കുന്ന പോലെ അവർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ. അത് മാത്രമാണ് ഇതിൽ പ്രതീക്ഷ നമ്മൾ വെക്കേണ്ടത്. അല്ലെങ്കിൽ അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവർ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രം അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കഥയാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല സാധനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്കൊരു അട്ടർ അല്ലെങ്കിൽ ഭയങ്കരമായുള്ള ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും തിയേറ്ററിൽ തരിക. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം ഒന്നും ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രസമായിട്ട് കുറേ സംഭവങ്ങൾ എനിക്ക് കുറേ സ്ഥലം. അപ്പോൾ ആ കുട്ടിയുടെ ക്യാരക്ടർ, ആ പെൺകുട്ടിയാണല്ലോ ഇതിൽ ഇസബെല്ല അല്ലേ, ആ കുട്ടിയുടെ ക്യാരക്ടർ നമുക്കറിയാം. സ്കൂളിലൊക്കെ കുറച്ച് തരികിടായിട്ടുള്ള, കുറച്ച് കുസൃതിയൊക്കെ കാണിക്കുന്ന, ടീച്ചേഴ്സ് പറഞ്ഞൊന്നും വല്ലാണ്ട് കേൾക്കുന്ന, അത്രയധികം പഠിക്കാനൊന്നും മിടിക്കല്ലാത്ത അങ്ങനെ ഒരു കുട്ടി. ആ കുട്ടിയാണ് ഈ നിധിയുടെ യഥാർത്ഥ അവകാശി. അത് പക്ഷെ തിരിച്ചറിയുന്ന എപ്പോഴായിരിക്കും? ഇതിൽ ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് തോന്നിയതാണ്, ഇപ്പോൾ മറ്റൊരാളെ ആലോചിച്ച് പൊഴിക്കുന്ന കണ്ണീരിനോളം വലിയൊരു നിധിയില്ല മോളെ എന്ന് പറയുമ്പോൾ ആ കണ്ണുനീര് ഉറ്റുമ്പോഴാണ് ആ നിധി തുറക്കപ്പെടുന്നത്. അപ്പോഴാണ് അവർക്ക് നിധി വെളിവാകുന്നത് എന്നുള്ള ഉറപ്പാണ്. ആ കണ്ണീരിൽ എന്തോ ഉണ്ട്, ആ കണ്ണുനീരാണ് തീരുമാനം. കാരണം മാലഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടത്. അത് ആ കുട്ടിയുടെ കയ്യിലെ നീഡിൽ കൊണ്ടാൽ അതാണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ള കേഴ്സ്. അത് നീങ്ങണമെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരാളുടെ ചുംബനം കിട്ടുക എന്നുള്ളതാണ്. പല ആളുകൾ ചുംബിച്ചു നോക്കും, അച്ഛനും കാമുകനും എല്ലാവരും ചുംബിച്ചു നോക്കും. പക്ഷേ അവസാനം മാലഫിഷ്യൻ്റ് അവർ ഉമ്മ വെക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അവകാശം രീതിയിൽ ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്.
അത്തരത്തിൽ ഇവിടെ ഈ കുട്ടിയുടെ കണ്ണുനീരിലാണ് കാര്യമുള്ളത്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഫാൻറ്റസി മൂവീസ് നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ആനിമേഷൻ സിനിമകൾ കാണുമ്പോൾ ടാങ്കിൾഡ് പോലുള്ള സിനിമകൾ കാണുക, അത്തരത്തിലുള്ള സിനിമകളിൽ കാണുന്ന പോലെയുള്ള ചെറിയ എലമെൻസ് ഒക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ. പ്ലസ് ഇദ്ദേഹം ഇതിൽ കാണുന്നുണ്ട് ഒരു സീനിൽ വെള്ളം എന്തൊക്കെ കിട്ടും പറഞ്ഞ് കുടിക്കുന്നുണ്ട് ലാലേട്ടൻ. അത് കുടിക്കുന്ന സമയത്ത് ആ വെള്ളം വീണിട്ട് ആ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ട് ബൊമ്മ പോലുള്ള ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണ് എന്താ ജിജു എന്തെങ്കിലും ഒരു പേരുണ്ട്, കറക്റ്റ് ഓർമ്മയിട്ടില്ല. എന്തായാലും അത് വരുന്നത് അപ്പോഴാണ്. അതൊക്കെ നമ്മൾ വലിയ രീതിയിൽ അത് എന്തോ സംഭവം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വൻ കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറും ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ഭൂതം പോലുള്ള ആ ക്യാരക്ടറൊക്കെ നല്ല ഒന്ന് അടുത്ത് കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സൗണ്ടും ഇതൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ പക്ക കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹൈപ്പും വെക്കാതിരിക്കണം, അത് ഏറ്റവും ബെറ്റർ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സാധനമാണ്. എന്നാൽ മലയാളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഫിക്ഷൻ ഒരു ജോണറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, ഇതിൽ 3D ആണ്. അപ്പോൾ 3D ഇഫക്റ്റ് എത്രമാത്രം വന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു ഹോളിവുഡ് രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആനിമേഷൻ സിനിമയെ കാണാൻ നമ്മൾ ഏത് രീതിയിലാണോ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തരക്കേടില്ലാത്ത നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു പക്ഷേ തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചേക്കാം. എന്നാൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ഈ ക്യാരക്ടർ ഇസബെല്ല എന്ന ക്യാരക്ടർ കുറച്ച് കുട്ടികളായിട്ട് ഡാൻസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ ക്യാമറ വർക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്ത് അവിടെ ഒരു സുഖമില്ലാത്ത പോലെ. ബാക്കിയൊക്കെ നല്ല രസവും അവിടെ എന്തോ ഒരു ലോക്കൽ ഏതൊരു ക്യാമറ വെച്ചെടുത്ത പോലത്തെ ഒരു ക്വാളിറ്റി മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. എനിക്കെന്തോ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഒരു പക്ഷേ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കെന്തായാലും അങ്ങനെ തോന്നി. അതർവൈസ് ഇത് നല്ല സാധനമാണ്. എന്തായാലും വീണ്ടും 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 ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, പ്രതീക്ഷ ഒരുപാട് വെക്കണ്ട. ജസ്റ്റ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം, ഫാമിലി ആയിട്ട് പോയിരുന്ന് കുട്ടികളെ കാണിക്കാൻ പറ്റിയ ഒരു സിനിമ എന്ന രീതിയിൽ മാത്രം ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ നല്ല ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവാം. അത് മനഃപൂർവ്വം ലാലേട്ടനെ പോലെ ഒരാൾ തരാതിരിക്കുന്നതാവാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലെജൻഡാണ് പുള്ളിക്കാരൻ. നല്ല സാധനങ്ങളൊന്നും കൊടുക്കേണ്ടത് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചതാവാം. ഇതൊന്നും നമുക്ക് ട്രെയിലർ കണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനം. അതിനപ്പുറത്തേക്ക് ഒരു സാധനം ഞാൻ പേഴ്സണലി വെക്കുന്നില്ല. തിയേറ്ററിൽ പോയി തന്നെ കാണും. അത് എങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ വരുന്നുണ്ട്, 3D വർക്ക് എങ്ങനെ വരുന്നുണ്ടൊക്കെ അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇത് കേട്ട് കിട്ടുകയുള്ളൂ, അതിലും ഡൗട്ടില്ല. മൊബൈൽ കാണുമ്പോൾ ഒരിക്കലും ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. സോ ബാക്കിയുള്ള നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി എന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല സിനിമയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.